blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഈ സമയത്ത് ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത, സ്ഥിരമായി കാണാത്ത ഒന്നോ രണ്ടോ പേരെ ഇപ്പോൾ തന്നെ ഫോണെടുത്ത് വിളിച്ചു പറയുക, ബ്ലെസ്സിങ് ടുഡേ തുടങ്ങിക്കഴിഞ്ഞു. അവരോട് വാച്ച് ചെയ്യാനായി ആവശ്യപ്പെടുക. ഇന്നത്തെ ഒരൊറ്റ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡായിരിക്കാം അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. നമുക്ക് ചേർന്ന് ഈ എപ്പിസോഡിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച, ഇത് സാധ്യമാക്കി തീർത്ത സാമ്പത്തിക സഹായിക്ക് വേണ്ടി ചേർന്ന് പ്രാർത്ഥിക്കാം. ലോകം എമ്പാടുമുള്ളവർ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹം കർത്താവ് പകരും. കർത്താവെ, കുവൈറ്റിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരിക്ക് കർത്താവെ കുഞ്ഞുങ്ങളെ കൊടുത്ത് അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷകരമായ വിവാഹ ജീവിതം അങ്ങ് നൽകണമേ എന്ന് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശരിയായ ഒരു മാനസാന്തരം ഉണ്ടാകാൻ, എല്ലാ ദുസ്വഭാവങ്ങളിൽ നിന്നും വിടുതലുണ്ടാകാൻ കർത്താവ് അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനത്തിൻ്റെ പണികൾ പൂർത്തിയാകാൻ അങ്ങ് സഹായിക്കണമേ. താങ്ക് യു ജീസസ്. കർത്താവെ, നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മാംഗ്ലൂർ ഏപ്രിൽ 22 വെള്ളി. സമയം വൈകിട്ട് 5:30 മുതൽ 8:30 വരെ. ഡോൺ ബോസ്കോ ഹാൾ, ജ്യോതി സർക്കിളിന് സമീപം, ഹമ്പൻകട്ട, മംഗലാപുരം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോഴിക്കോട് ഏപ്രിൽ 23 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. നളന്ദ ഓഡിറ്റോറിയം, അരവിന്ദ് ഘോഷ് റോഡ്, കോഴിക്കോട്. Psalm 24 verse number 3 and 5. സങ്കീർത്തനങ്ങൾ 24 അതിന്റെ 3, 5. Who may ascend to the mountain of the Lord, who may stand in his holy presence. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? യഹോവയുടെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? The one who has clean hands and a pure heart, who has not set his mind on what is false, and who has not sworn deceitfully. അവിടെ നാം കാണുന്നു, വെടിപ്പുള്ള കൈകളും നിർമ്മല ഹൃദയവും ഉള്ളവൻ, വ്യാജത്തിന് മനസ്സ് വെക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. He will receive blessing from the Lord and righteousness from the God of his salvation. അവൻ യഹോവയിൽ നിന്ന് അനുഗ്രഹവും തന്റെ രക്ഷയുടെ ദൈവത്തിൽ നിന്ന് നീതിയും പ്രാപിക്കും. Hallelujah. ഹല്ലേലൂയ. Did you see a blessing here? ഇവിടെ നിങ്ങൾ ഒരു അനുഗ്രഹം കണ്ടുവോ? People of God, look at me. ദയവായി ദൈവജനം എന്നെ ശ്രദ്ധിച്ചാലും. All of us are called to live a holy life. നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഒരു വിശുദ്ധ ജീവിതം നയിക്കാനാണ്. Because the Bible says, God says, be holy as I am holy. കാരണം ബൈബിൾ പറയുന്നു, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കണം. If we cleanse our hands and hearts, നമ്മുടെ കൈകളെയും ഹൃദയങ്ങളെയും നാം വെടിപ്പാക്കിയാൽ, and if we lead a holy life, നാം ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ തീരുമാനിച്ചാൽ, such people, the Bible says, will receive blessing from the Lord. കാരണം ബൈബിൾ പറയുന്നു, അത്തരം ആളുകൾ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം അത് പ്രാപിച്ചുകൊണ്ടേയിരിക്കും. Hallelujah. ഹല്ലേലൂയ. Give the Lord a clap of. കൈകൾ രണ്ടും ചേർത്തടിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിച്ചാലും. And when you are clapping your hands, shout, holy, holy, holy is my Lord. ഓ, കൈകൾ രണ്ടും ചേർത്തടിക്കുമ്പോൾ തന്നെ ഉറക്കെ ആർപ്പോടെ പറഞ്ഞാലും, ഹോളി, ഹോളി, ഹോളി. Hebrews chapter number 4 verse number 13. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വചനം. No creature is hidden from him, but all things are naked and exposed to the eyes of him to whom we must give an account. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിന് കീഴെ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. Hallelujah. ഹല്ലേലൂയ. In the holy eyes of God, everything is exposed. ഓർക്കുക, ദൈവത്തിന്റെ വിശുദ്ധ കണ്ണുകൾ,
ദൈവത്തിന്റെ മുൻപാകെ സകലതും തുറന്നു We കിടക്കുന്നു. can hide and conceal many things from human eyes. ഓർക്കുക, മനുഷ്യരുടെ കണ്ണിന്റെ മുൻപാകെ പല കാര്യങ്ങളെയും നമുക്ക് മറച്ചു വെക്കാൻ സാധിക്കും. We can hide many things from the security guards. അതുപോലെ തന്നെ കാവൽക്കാരിൽ നിന്ന് പല കാര്യങ്ങളും നമുക്ക് മറച്ചു We can വെക്കുവാനായി hide സാധിക്കും. many things from human courts. അപ്പോൾ തന്നെ മനുഷ്യരുടെ കോടതികളിൽ നിന്നും ചില കാര്യങ്ങൾ ഇതുപോലെ മറച്ചു But we വെക്കാൻ can സാധിക്കും. never hide anything from the eyes of God. എന്നാൽ ദൈവത്തിന്റെ കണ്ണിന്റെ മുൻപിൽ ഒന്നും നമുക്ക് മറച്ചു വെക്കാൻ Everything is സാധിക്കില്ല. transparent before God. എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ മുൻപിൽ വളരെ I'm സുതാര്യമായിരിക്കും. going to talk about the meaning of holiness now. ഞാനിപ്പോൾ വിശുദ്ധിയുടെ എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ നിങ്ങളോട് The സംസാരിക്കും. Old Testament was mainly written in a language called Hebrew. പഴയ നിയമം പ്രധാനമായും എഴുതിയിരിക്കുന്ന പുസ്തകത്തിന്റെ ഭാഷ എന്നുള്ളത് എബ്രായ ഭാഷയാണ്. And the word used in Hebrew is Kodash. എബ്രായ ഭാഷയിൽ അതിനെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ക്വാഡാഷ് എന്നാണ്. Meaning is this, that which is cut off or separate or set apart. അതിന്റെ അർത്ഥം ഇതാണ്, വേർതിരിക്കപ്പെട്ട, മാറ്റിവെക്കപ്പെട്ട, വിശുദ്ധീകരിക്കപ്പെട്ട എന്നുള്ളതാണ്. Hallelujah. ഹല്ലേലൂയ. But the New Testament was mainly written in a language called Greek. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമഭാഗങ്ങൾ പ്രധാനമായും എഴുതിയത് ഗ്രീക്ക് ഭാഷയിലാണ്. And the Greek word used for holiness is Hagiasmos. ഹേഗിയാസ്മോസ് എന്നുള്ള വാക്കാണ് പുതിയ നിയമത്തിൽ അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. And both has the same meaning. ഇതിന് രണ്ടിനും ഒരേ അർത്ഥമാണുള്ളത്. Set apart, dedicated, consecrated. വേർതിരിക്കുക, മാറ്റിവെക്കുക, വിശുദ്ധീകരിച്ച് വേർതിരിക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. Shout a big hallelujah to the ചേർന്നൊരു Lord. വലിയ ഹല്ലേലൂയ പറഞ്ഞാലും. Hallelujah. ഹല്ലേലൂയ. So be holy for the Lord means be separated for the Lord. അതുകൊണ്ട് കർത്താവിന് വേണ്ടി വിശുദ്ധനായി തിരിക്കുക എന്നതിന്റെ അർത്ഥം കർത്താവിന് വേണ്ടി വേർതിരിച്ചു മാറുക എന്നുള്ളതാണ്. How many of you receive the Lord Jesus as your personal savior? നിങ്ങളുടെ ജീവിതത്തിന്റെ രക്ഷകനായിട്ട് നിങ്ങൾ യേശുവിനെ അംഗീകരിച്ച എത്ര പേരുണ്ട്? Lift your hands. കൈകൾ ഉയർത്തി കാണിച്ചാൽ. All these people are holy people, meaning you are separated only for the Lord. ഓർക്കുക, ഈ നിൽക്കുന്ന എല്ലാ ജനങ്ങളും അവർ വിശുദ്ധ ജനമാണ്, ദൈവത്തിന് വേണ്ടി മാത്രം വേർതിരിക്കപ്പെട്ടവരാണ്. കൈയടിച്ചത് ശരിയായില്ല. The heart should be holy, the hands should be holy. നിങ്ങളുടെ ഹൃദയം വെടിപ്പുള്ളതായിരിക്കണം, നിങ്ങളുടെ കൈകൾ വിശുദ്ധമായിരിക്കണം. നിന്റെ അപ്പൻ അശുദ്ധനെങ്കിൽ നീയും അശുദ്ധൻ. നിന്റെ സ്വർഗീയ പിതാവ് വിശുദ്ധനെങ്കിൽ നീയും വിശുദ്ധൻ. ആമേൻ. പോര മക്കളെ, അടിക്കുവാണെങ്കിൽ ശരിക്കടിക്കുക. We are called by a holy God. നാം വിശുദ്ധനായ ദൈവത്താൽ We are വിളിക്കപ്പെട്ടവരാണ്. called by a holy call. ഓർക്കുക, വിശുദ്ധമായ വിളിയാൽ We വിളിക്കപ്പെട്ടവരാണ് are നാം. called as a holy people. നാം വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിശുദ്ധ We are ജനമായിട്ടാണ്. formed as a holy nation. നാം ഒരു വിശുദ്ധ വർഗമായി തീർക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ്. 1 Samuel chapter 2 verse number 2, there is no one holy like our Lord. 1 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വചനം, അവനെ പോലെ വിശുദ്ധനായ ആരുമില്ല. Revelations 15 and verse number 4 says, you alone are holy. വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വചനത്തിൽ പറയുന്നു, നീ മാത്രം, നീ ഏക പരിശുദ്ധനല്ലോ. Exodus chapter 15 verse number 11. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വചനം, Who among the God is like you, Lord? യഹോവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനായ ആരാണ്? Who is like you, majestic in holiness, awesome in glory, working wonders. വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികളിൽ ഭയങ്കരനെ, Hallelujah. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനെ, Oh. നിനക്ക് തുല്യനാർ. ആര്? Amen. He has incomparable holiness. ഓർക്കുക, അതുല്യമായ വിശുദ്ധിയാണ് നമ്മുടെ ദൈവത്തിന്റെ വിശുദ്ധി. Psalm 29 verse number 2 says, praise him for the splendor of his holiness. സങ്കീർത്തനം 29-ന്റെ 2-ാമത്തെ വചനം പറയുന്നു, അവന്റെ നാമത്തിന്റെ മഹത്വം കൊടുപ്പീൻ. Hallelujah. I'm so excited today ഞാൻ വളരെ ആവേശത്തിലാണ്. because we are not representing a silly God. We are representing a matchless and unique, the
most holy person in the universe. He is our Father. കാരണം നാം സേവിക്കുന്നത് ഒരു സാധാരണ ദൈവത്തെയല്ല, ഈ പ്രപഞ്ചത്തിൽ അതുല്യനായിരിക്കുന്ന, ആർക്കും തുല്യമാക്കുവാൻ സാധിക്കാത്ത സർവശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. That's why Paul says, I know whom I have believed. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. Hallelujah. ഹല്ലേലൂയ. The holiness of God is exhibited in 7 ways. ഓർക്കുക, ദൈവത്തിന്റെ വിശുദ്ധി 7 വിധത്തിലാണ് പ്രതിഫലിച്ചിരിക്കുന്നത്. Quickly, number 1, through his character. ഒന്നാമത്തെ എഴുതിയെടുക്കുക, അവന്റെ സ്വഭാവത്തിലൂടെ. Psalm 22 verse number 3. സങ്കീർത്തനം 22:3. Number 2, through his name. അവന്റെ നാമത്തിലൂടെ. Because his name is holy. കാരണം അവന്റെ നാമം വിശുദ്ധമത്രേ. That's why God said, hey, never use my name in vain. അതുകൊണ്ട് ദൈവം പറഞ്ഞു, എന്റെ നാമം വൃഥാ എടുക്കരുത്. Isaiah 57 verse number 15. യെശയ്യാവ് 57:15. Number 3, through his word. മൂന്നാമത്തെ കാര്യം, അവന്റെ The വാക്കുകളിലൂടെ. Bible that you are carrying is a holy book. ഓർക്കുക, നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്ന ബൈബിൾ ഉണ്ടല്ലോ, അതൊരു വിശുദ്ധ പുസ്തകമാണ്. The verses that you have by hearted are holy. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ മനപ്പാഠമാക്കിയ വചനങ്ങൾ അത് ദൈവ വിശുദ്ധിയുടെ The വചനങ്ങൾ. word of God that you speak out is holy. നിങ്ങൾ വായ കൊണ്ട് പുറത്തോട്ട് സംസാരിച്ച ദൈവത്തിന്റെ വചനം അതും വിശുദ്ധമാണ്. Jeremiah 23 and verse number 9. ഇരെമ്യാവിന്റെ പ്രവചന പുസ്തകം 23:9. Number 4, through his works. നാലാമത്തെ, അവന്റെ പ്രവർത്തനങ്ങളിലൂടെ. Psalm 98 and verse number 1. സങ്കീർത്തനം 98:1. Every activity God is into is holy. ഓർക്കുക, അവന്റെ എല്ലാ പ്രവൃത്തികളിലും അവൻ വിശുദ്ധനാണ്. Psalm 98 verse number 1. സങ്കീർത്തനം 98:1. Number 5, through his kingdom. അഞ്ചാമത്തെ കാര്യം എഴുതുക, അവന്റെ രാജ്യത്തിലൂടെ. Matthew 13 and verse number 41. മത്തായിയുടെ സുവിശേഷം 13:41. God's kingdom is a holy kingdom. ഓർക്കുക, ദൈവത്തിന്റെ രാജ്യം അതൊരു വിശുദ്ധിയുടെ രാജ്യമാണ്. Number 6, through his throne. ആറാമത്തെ കാര്യം, അവന്റെ സിംഹാസനത്തിലൂടെ. Psalm 47 verse number 8. സങ്കീർത്തനം 47:8. His throne is a holy throne. അവന്റെ സിംഹാസനം വിശുദ്ധിയുടെ സിംഹാസനമാണ്. Number 7, through his ways. ഏഴാമത്തെ കാര്യം, അവന്റെ വഴികളിലൂടെ. Psalm 77 and verse number 13. സങ്കീർത്തനം 77 അതിന്റെ 13. The holiness is flowing in 7 ways. ഓർക്കുക, ദൈവത്തിന്റെ വിശുദ്ധി 7 വിധത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. We are all called, we are all privileged to be the children of the most holy God. ഓർക്കുക, അതിപരിശുദ്ധനായ ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ്. By nature we are not holy. ഓർക്കുക, സ്വഭാവത്തിൽ നമ്മൾ ആരും വിശുദ്ധരല്ല. But you know, Jesus did an amazing thing. എന്നാൽ യേശു കർത്താവ് നമ്മളിൽ വലിയ കാര്യം ചെയ്തു. He plucked away all our unholiness. അവൻ നമ്മുടെ സകല വിശുദ്ധിയില്ലായ്മയും എടുത്തു മാറ്റി. And he threw it away. എന്നിട്ട് അവൻ അത് വലിച്ചെറിഞ്ഞു And കളഞ്ഞു. he imputed his holiness into our life. എന്ന് മാത്രമല്ല, അവന്റെ വിശുദ്ധി നമ്മുടെ ഹൃദയത്തിലേക്ക് അവൻ ഇട്ടു തന്നു. I'm going to read one more verse. ഒരു വചനം കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാൻ This is from പോകുകയാണ്. Hebrews chapter 12 and verse number 14. ഇത് എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വചനമാണ്. Oh my God, this is a very precious instruction. ഇത് വളരെ പ്രധാനപ്പെട്ട, വളരെ വിലയേറിയ ഒരു നിർദ്ദേശമാണ്. Make every effort to live in peace with everyone and to be holy. Without holiness, no one will see the Lord. 14-ാമത്തെ വചനം, എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധി പ്രാപിക്കുവാൻ ഉത്സാഹിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. എത്ര പേർക്ക് ഉത്സാഹമുണ്ട്? പിന്നെ എന്തെല്ലാം കാര്യങ്ങളാ നേരം വെളുത്തു കഴിഞ്ഞാൽ ഇതിനാണോ നേരം? പക്ഷെ ഉത്സാഹത്തോടെ അത് ചെയ്തില്ലെങ്കിൽ ഒരു ദിവസം ഇത് നിൽക്കും. അന്ന് പ്രാപിക്കാതെയാണ് വിട പറയുന്നതെങ്കിൽ. അടുത്ത ഭാഗം വായിക്കാം. വിശുദ്ധി കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നു? ശുദ്ധീകരണം കൂടാതെ ആരും, ഒരു വിശ്വാസിയും
ഒരാളും കാണില്ലെന്ന് എഴുതിയിരിക്കുന്നു. കാണണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഹാർട്ടിൻ്റെ ഏറ്റവും അടിയിൽ നിന്ന് കണ്ണുകളടച്ചൊരു പ്രാർത്ഥന, എൻ്റെ കർത്താവേ, എനിക്ക് വിശുദ്ധിയിൽ തികയണം, എനിക്ക് നിന്റെ സന്നിധിയിൽ വരണം, നിന്റെ ആലയത്തിൽ എന്നും എന്നേക്കും എനിക്ക് പാർക്കണം. വിസ കിട്ടിയില്ലാലും കുഴപ്പമില്ലപ്പാ, വിശുദ്ധി കിട്ടണം. പറ, പ്രമോഷൻ കിട്ടിയില്ലാലും കുഴപ്പമില്ലപ്പാ, വിശുദ്ധിയിൽ ഒരു പ്രമോഷൻ കിട്ടണം. വിശ്വാസത്തിന്റെ പ്രാരംഭ നാളിൽ ഒരു പ്രവാചകൻ എൻ്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, മോനെ, സൂര്യനെ പോലെ വിശുദ്ധീകരിക്കപ്പെടാനാ ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നത്. വിശുദ്ധിയുടെ ചില പടികൾ നീ കയറി, പക്ഷെ ഇനിയും ഒത്തിരി പടികൾ നിനക്ക് കയറാനുണ്ട്. കൈകൾ രണ്ടും ഉയർത്തി ഉച്ചത്തിൽ നിലവിളിച്ച് പറ, കർത്താവേ, I want to be holy as you are holy. തൻ്റെ മകളുടെ ജീവിതത്തിലും ആൻറ്റിയുടെ ജീവിതത്തിലും യേശു കർത്താവ് അനുഗ്രഹത്തെ ചൊരിഞ്ഞ കാര്യം പറയുവാനാണ് ഇന്നിവിടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ ഇവർ വന്നിരിക്കുന്നത്. ആൻറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്, തൻ്റെ മകൾ MBA കഴിഞ്ഞിട്ട് സ്കോട്ട്ലൻഡിൽ ജോലി നോക്കിയായിരുന്നു. അവിടെ ഒരു പ്രൈവറ്റ് ഷിപ്പിംഗ് കമ്പനിയിലാണ് താൻ ജോലി നോക്കിക്കൊണ്ടിരുന്നത്. അവിടെയുള്ള ഷിപ്പിംഗ് കമ്പനിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ 3 വർഷം കൂടുമ്പോഴും ഈ ജോലിക്കാരെ ലേലം വിളിച്ചാണ് അവരെടുത്തുകൊണ്ടിരിക്കുന്നത്. ലേലം വിളിക്കും ജോലിക്കാരെ, അങ്ങനെയാണ് അവർ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കെ 2015 ആയപ്പോൾ തൻ്റെ മകളെ ഒരു കമ്പനിയിൽ നിന്നും വിളിച്ചില്ല. ആകെ വല്ലാതെ ഭയമായപ്പോൾ ആൻറ്റിയോട് പറഞ്ഞു, ഈ വിവരം പറഞ്ഞു. ആൻറ്റി പറഞ്ഞു, ബ്ലെസ്സിംഗ് ടുഡേ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന നടക്കുന്നുണ്ട്. അപ്പോൾ ഇവർ TV-യിലൂടെ നമ്മുടെ 2015 ഓഗസ്റ്റ് മാസം 15-ാം തീയതി നമ്മൾ പ്രേ ഡേ ആയിട്ടാണ് നമ്മൾ അത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 15 കൊച്ചിയിൽ നമ്മുടെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെൻ്ററിൽ വെച്ചാണ് നടന്നത്. അന്ന് അപ്പോൾ ആൻറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്, പ്രാർത്ഥന വിഷയം ഓൺലൈൻ വഴിയായിട്ട് അയച്ചു കൊടുക്കുക. അത് TV-യിൽ നമ്മൾ പറഞ്ഞിരുന്നു, പ്രാർത്ഥന ആ പ്രെയർ മീറ്റിംഗിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ ഈ മകൾ അത് പ്രാർത്ഥന ഓൺലൈൻ വഴി അയച്ചു കൊടുത്തു. പക്ഷെ അന്നത്തെ ദിവസത്തിലാണ് മോള് അവിടെ നിന്നും ഓൺലൈൻ പ്രാർത്ഥന വിഷയം ഓൺലൈനായിട്ട് അയച്ചു നമ്മുടെ കൊച്ചിയിലെ ബ്ലെസ്സിംഗ് സെൻ്ററിലേക്ക് അയച്ചു. അന്ന് നമ്മളുടെ ആ പ്രെയർ ഡേയിൽ നമ്മൾ ചെയ്തത് ഓരോ പ്രാർത്ഥന വിഷയങ്ങൾ ഓരോ ബോക്സിലാക്കിയിട്ടാണെന്ന്. അത് സാമ്പത്തിക വിടുതലിന് വേണ്ടിയുള്ളത്, രോഗസൗഖ്യത്തിന് വേണ്ടിയുള്ളത്, ബിസിനസ്, അങ്ങനെ പ്രാർത്ഥന വിഷയങ്ങളെ തരംതിരിച്ച് പല പെട്ടികളിലാക്കി രാവിലെ തുടങ്ങി വൈകിട്ട് വരെ കൊച്ചിയിൽ ഒരു വലിയ കൂട്ടം ജനം വന്ന് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തിന്. അതെ, ഓർമ്മയാണ്. ആ സമയത്ത് ഓരോ പ്രാർത്ഥന വിഷയങ്ങളുടെ നേരെ ബ്രദർ ഇങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ കൈകൾ നീട്ടി പ്രാർത്ഥിച്ചിരുന്നു. സംഭവിച്ച കാര്യം, അന്ന് 2015 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ആ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചു. അതിൻ്റെ 2-ാമത്തെ ദിവസം തന്നെ കർത്താവ് സ്കോട്ട്ലൻഡിൽ തൻ്റെ മകൾക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. 17-ാം തീയതി മറുപടി ലഭിച്ചു. അവിടെയുള്ള ഒരു ബ്രിട്ടീഷ് ഓയിൽ കമ്പനിയിൽ ഓഫീസിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലി കർത്താവ് കൊടുത്തു. ഇന്നും ആ ജോലിയിൽ താൻ തുടർന്നു തന്നെ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസം കൊണ്ട് മറുപടി വന്നു. അതെ. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, ആയിരക്കണക്കിന് പ്രാർത്ഥനാ വിഷയങ്ങളാണ് കൊച്ചിയിൽ കുമിഞ്ഞുകൂടിയത്. പക്ഷേ അതിനിടയിൽ ഓരോന്നും വ്യക്തമായി കർത്താവിനെ തിരിച്ചറിയാൻ കഴിയും. അതെ, ആ സമയത്ത് അങ്കിളും ആൻറ്റിയും മകളോടുകൂടെ സ്കോട്ട്ലൻഡിലായിരുന്നു. ഇവരും ആ സമയത്ത് അവിടെ ആയിരുന്നു. പക്ഷേ ഇതിനിടയിൽ അവിടെ മിക്കവാറും തണുപ്പിൻ്റെ സീസണാണ്. ഈ സമയത്ത് ആൻറ്റിക്ക് ഒരു രോഗം പിടിപെട്ടു. ചിൽ ബ്ലെയിൻസ് എന്ന് പറയുന്ന ഒരു രോഗമാണ്. അതായത് തണുപ്പ് കൂടുമ്പോൾ ചിലർക്ക് വരുന്ന രോഗമാണ്. അത് കാലിൻ്റെ അടിയിൽ ഇങ്ങനെ പൊള്ളി കുമിളച്ച് വരുന്ന പോലെ, വെള്ളം വീണ് അല്ലെങ്കിൽ എന്തെങ്കിലും ചൂടേറ്റ് പൊള്ളി ഇങ്ങനെ കോമള വരുന്നത് പോലെ അത് വന്നിട്ട് അത് പൊട്ടും. ആൻറ്റിയോട് തന്നെ ചോദിക്കുക, എങ്ങനെയാണ് ആ അനുഭവം ഉണ്ടായതെന്ന് പറഞ്ഞു. അതിന്റെ അടിയിൽ ഇവിടെ എല്ലാം റെഡ്നെസ്, റൗണ്ട് റെഡ്നെസ് ആയിട്ട് ഇവിടെ ഇത്രയുടെ 2 സ്വെല്ലിംഗ് പോലെ ഉണ്ടായിരുന്നോ? ഇല്ല, റൗണ്ട് ബ്ലഡ് ക്ലോട്ട് ആയി. എന്നിട്ട് കൊമള പോലെ ഇങ്ങനെ വരും. കൊമള പോലെ ആയിട്ട് ബ്ലിസ്റ്റർ ആകും. അത് കഴിഞ്ഞിട്ട് ആ ബ്ലിസ്റ്റർ പൊട്ടി കഴിയുമ്പോൾ ബ്ലഡ് വരും. ബ്ലഡും വെള്ളവുമായിട്ട് ഇങ്ങനെ പുറത്തോട്ട് വരാൻ അത്രയും തണുപ്പ് കൂടിയിട്ട് കൂടുതലാണ്.
അത് കൊണ്ടുപോയി അപ്പം മകള് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാമെന്ന്. ഓക്കെ, ബാക്കി ഒന്ന് കേട്ടോട്ടെ. അപ്പോൾ മകൾ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. പക്ഷേ ആൻറ്റി ഹോസ്പിറ്റലിൽ പോകുവാൻ തയ്യാറായില്ല. കാരണം മകളുടെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിച്ചുള്ള വിശ്വാസത്താൽ ആൻറ്റി ഹോസ്പിറ്റലിൽ പോയില്ല. പക്ഷേ ബ്ലെസ്സിംഗ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബ്രദർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ആൻറ്റിയും ചേർന്ന് അവിടെ വെച്ച് ബ്ലെസ്സിംഗ് ടുഡേ കാണുമായിരുന്നു. എങ്ങനെ കാണും? വൈകിട്ട് ഓൺലൈൻ നെറ്റിൽ കൂടെ കാണും. അവിടെ വെച്ച് കാണുമായിരുന്നു. കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണുമായിരുന്നു ബ്ലെസ്സിംഗ് ടുഡേ. ഓക്കെ, അപ്പോൾ അങ്ങനെ മോളുടെ കാര്യത്തിന് ശേഷമാണ് ഈ സംഭവം. അതെ, ഇങ്ങനെ സംഭവിച്ചു. അപ്പോൾ ഒരു അത്ഭുതം കണ്ടു, അതുകൊണ്ടൊരല്പം കൂടുതൽ വിശ്വാസമായി. എന്നിട്ട് എന്തുണ്ടായി? എന്നിട്ട് ബ്രദർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ആൻറ്റിയും ചേർന്ന് പ്രാർത്ഥിച്ചു. ഹോസ്പിറ്റലിൽ പോകാതെ തന്നെ ആ രോഗം പൂർണ്ണമായും യേശു കർത്താവ് എടുത്തു മാറ്റി. അങ്ങനെയാണെങ്കിൽ കൈകളടിച്ച യേശുവിന് നന്ദി പറ. കഴിഞ്ഞില്ല, ഒരു രോഗസൗഖ്യം കൂടിയുണ്ട്. ഒന്നുകൂടെ ഉണ്ട്. അതെ, അത് 2011 നടന്ന ഇത്തിരി പഴക്കമുള്ള രോഗസൗഖ്യമാണ്. കാരണം ആൻറ്റിക്ക് 2011 തൻ്റെ വലത്തെ കാലിൽ ഉപ്പൂറ്റിയിൽ അതികഠിനമായ വേദന തുടങ്ങി. ആ സമയത്ത് ആൻറ്റി പോയിട്ട് ആയുർവേദ ഡോക്ടറെയാണ് കണ്ടത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കാൽസ്യത്തിൻ്റെ കുറവാണ്. കുറേ ഗുളികളെല്ലാം കൊടുത്തു, പക്ഷേ വേദനയ്ക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഏത് മാസത്തിലാണ് ഈ 2011 അത്ഭുതം സംഭവിച്ചതെന്ന് ആൻറ്റിക്ക് അറിഞ്ഞുകൂടാ. ആൻറ്റി പറഞ്ഞത്, ഞാൻ ബ്ലെസ്സിംഗ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബ്രദർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ പ്രത്യേകം എടുത്തു പറഞ്ഞു, ഇപ്പോൾ ഒരു വ്യക്തിയുടെ ഉപ്പൂറ്റിയിൽ വല്ലാതെ അതികഠിനമായ വേദനയുണ്ട്, അത് യേശു കർത്താവ് സൗഖ്യമാക്കുന്നു, അത് മാറിപ്പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 2011 ഈ ബ്ലെസ്സിംഗ് ടുഡേ കാണുമായിരുന്നു. അന്ന് മുതലേ കാണാറുണ്ട്. എന്ന് വെച്ചാൽ 2011 തുടക്കം മുതൽ ഞാൻ ബ്ലെസ്സിംഗ് ടുഡേ ഡെയിലി ഇവിടെ വെച്ച് ഇവിടെ ബോംബെ വെച്ച് കാണുമായിരുന്നു, സ്ഥിരം കാണുമായിരുന്നു. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ 2011 ഈ സംഭവം ഉണ്ടായത്. ഇപ്പോൾ 2016 16 പക്ഷേ വന്ന് പറയാൻ എനിക്ക് സാധിച്ചില്ല. അപ്പോൾ നീണ്ട 5 വർഷത്തോളമുള്ള സൗഖ്യത്തിന്റെ സാക്ഷ്യമാണ് ബ്രദറിന്റെ അരികിൽ നിന്ന് ആൻറ്റി പൻവേലിൽ പറയുന്നത്. വാവ്! കൈകൾ രണ്ടൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യേശുവിന് നന്ദി പറയാമോ? ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മാംഗ്ലൂർ ഏപ്രിൽ 22 വെള്ളി. സമയം വൈകിട്ട് 5:30 മുതൽ 8:30 വരെ. ഡോൺ ബോസ്കോ ഹാൾ, ജ്യോതി സർക്കിളിന് സമീപം, ഹമ്പൻകട്ട, മംഗലാപുരം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോഴിക്കോട് ഏപ്രിൽ 23 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. നളന്ദ ഓഡിറ്റോറിയം, അരവിന്ദ് ഘോഷ് റോഡ്, കോഴിക്കോട്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിക്കാൻ ആരംഭിക്കുമ്പോൾ തന്നെ കർത്താവിനെ കണ്ണുനീർ ഗ്രന്ഥികൾക്ക് പ്രയാസങ്ങളുള്ള ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. ചിലരുടെ കണ്ണുനീർ ഗ്രന്ഥി കണ്ണുനീർ പുറപ്പെടുവിക്കുന്നില്ല, ചിലരുടേതാണെങ്കിൽ കൂടുതലായി എക്സസീവായി കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഈ 2 വിഷയങ്ങളിലും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം ഉണ്ടാകട്ടെ. ഇൻ ജീസസ് നെയിം സൗഖ്യം ഉണ്ടാകട്ടെ. മറ്റൊരവസ്ഥ കർത്താവിനെ കാണിക്കുന്നത് കൈപ്പത്തികളിലേക്കുള്ള ചില ഞരമ്പുകളോ രക്തക്കുഴലുകൾക്കോ പ്രയാസമുണ്ടായിട്ട് കൈപ്പത്തികൾക്ക് പ്രയാസമുള്ള വ്യക്തികൾ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് നിൻ്റെ കരം ആ കരത്തിൻ്റെ മേൽ വെച്ച് ഇപ്പോൾ സൗഖ്യം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇൻ ജീസസ് നെയിം. അതുപോലെ ഹാർട്ടിന് ബ്ലോക്കുള്ള, ഹാർട്ടിൻ്റെ വാൽവുകൾക്ക് ബ്ലോക്കുള്ള ചില വ്യക്തികൾ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. ആ വിടുതലുകൾക്കായി നന്ദി പറയുന്നു. അതുപോലെ ഗർഭാശയത്തിനകത്തുള്ള മുഴകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹെർണിയയുടെ മുഴകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഓവറിയിലുള്ള പ്രയാസങ്ങളും സിസ്റ്റുകളും സൗഖ്യമാകട്ടെ. കിഡ്നിയിലുള്ള കല്ലുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പ്രവർത്തിക്കാത്ത കിഡ്നികൾ പ്രവർത്തിക്കാൻ തുടങ്ങട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ് നീ ചെയ്യുന്നതിനാൽ നന്ദി പറയുന്നു. പൈൽസ് രോഗം മാറട്ടെ. ഫിസ്റ്റുല പോലെയുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കണ്ണുകളെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. കേൾവിക്കുറവുള്ള കാതുകൾ ഇപ്പോൾ തുറന്നു വരട്ടെ. ഇൻ ജീസസ് നെയിം. ബ്ലീഡിംഗ് പ്രോബ്ലം മൂലം വളരെ പ്രയാസപ്പെടുന്ന ചില സഹോദരിമാർ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. ഇൻ ദ നെയിം ഓഫ് ജീസസ്. വയറിനകത്തുള്ള ചില മുഴകൾ യേശുവിൻ്റെ നാമത്തിൽ വെളിയിലേക്ക് പോകട്ടെ, അപ്രത്യക്ഷമാകട്ടെ. താങ്ക് യു ഫാദർ. കർത്താവെ, നീ വിടുതലുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതിനായി നന്ദി പറയുന്നു. എന്നോട് ചേർന്ന് ഹൃദയം യേശുവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട്
പ്രാർത്ഥിച്ചാലും. യേശുവേ, എൻ്റെ ഹൃദയത്തെയും എൻ്റെ ജീവിതത്തെയും അങ്ങയ്ക്ക് വേണ്ടി ഞാൻ നൽകുന്നു. പാപവഴികൾ ഞാൻ ഉപേക്ഷിക്കുന്നു. യേശുവിനായി ജീവിക്കുവാൻ ഞാൻ തീരുമാനിക്കുന്നു. കർത്താവെ, ഓരോരുത്തരും അങ്ങനെ കർത്താവെ കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ഈ സ്ക്രീനിലേക്ക് കൈകൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഏതെല്ലാം വിഷയങ്ങളിൽ സാമ്പത്തികമായി വലിയ പ്രയാസത്തിലൂടെ പോകുന്നവർക്ക് കർത്താവ് കൈനീട്ടി വിടുതലുകൾ നൽകുകയാണ്. ഇൻ ജീസസ് നെയിം വിടുതലുകൾ കർത്താവ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിൽ നിന്നും കുടുംബങ്ങളെ രക്ഷിക്കണമേ. അതുപോലെ പലിശ കടത്തിൽ നിന്ന് രക്ഷിക്കണമേ. ജപ്തിയിൽ നിന്ന് വിടുവിക്കണമേ. ഭവനത്തിൻ്റെ പണികൾ പൂർത്തിയാകേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. വിവാഹങ്ങൾ നടക്കേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ജോലി നടക്കേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ഇതിനെല്ലാം വിടുതൽ കർത്താവ് കൊടുക്കുന്നതിനാൽ നന്ദി. അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ കർത്താവെ കേൾക്കുവാൻ ഇടയാക്കുന്നതിനാൽ നന്ദി. യേശുവിൻ നാമത്തിൽ ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് കണ്ടതിന് എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് ഓർക്കുക, ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ മാംഗ്ലൂരും അതുപോലെ കോഴിക്കോടുമാണ് നടക്കുന്നത്. അതിലേക്ക് വന്നെത്തിച്ചേരാവുന്ന എല്ലാവരും തന്നെ വന്നെത്തിച്ചേരുക. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ടുഡേ റിസോഴ്സസിൽ നിന്നുള്ള പുസ്തകങ്ങൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം. വെബ്സൈറ്റ് സന്ദർശിക്കുക. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.